എല്ലാവരുടെയും മോണിറ്റൈസേഷനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ മേ ബി നമ്മുടെ ചാനൽ എഫക്റ്റ് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സിനൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഡേ ആണ് ജൂലൈ 15 എന്ന് പറയുന്നത്. സോ ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. യൂട്യൂബിന്റെ പോളിസീസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ന്യൂസിൽ വരെ കണ്ടു അല്ലെ ഈ യൂട്യൂബിന്റെ പോളിസി ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറേ വീഡിയോസ് കണ്ടു. അങ്ങനെ നമ്മൾ കുറേ പേരിങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുകയാണ്. എൻ്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോവുമോ, അല്ലെങ്കിൽ എൻ്റെ ചാനലിനെ അഫക്റ്റ് ചെയ്യുമോ, അങ്ങനെ നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ അത് എല്ലാവരുടെയും മോണിറ്റൈസേഷനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ മേ ബി നമ്മുടെ ചാനൽ എഫക്റ്റ് ചെയ്യും. സോ എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് തൊട്ട് പറയാം. അതായത് ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ലോ ക്വാളിറ്റി കണ്ടന്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ മോണിറ്റൈസേഷനെ എഫക്റ്റ് ചെയ്യും. അതായത് ലോ ക്വാളിറ്റി കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എഫേർട്ടും ഇല്ലാതെ നമ്മളൊരു ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ അങ്ങ് ചുമ്മാ പോസ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മളൊരു വോയിസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ മോണിറ്റൈസേഷന് എടുക്കില്ല. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലോ ക്വാളിറ്റി കണ്ടന്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് കണ്ടന്റ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു വീഡിയോ ഭയങ്കര മില്യൺ ഒക്കെ അടിച്ചു. ഓക്കെ, ആ സെയിം വീഡിയോ തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിടുവാണെങ്കിൽ അത് മോണിറ്റൈസേഷന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ആ ഒരു വീഡിയോസിനെയും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള സംഭവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരേ കണ്ടന്റ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എടുക്കില്ല. ഓക്കെ, ദ തേർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ബൈറ്റ് ചാനൽസ്. അതായത് നമ്മളിപ്പോൾ തംബ്നെയിലൊക്കെ ഇടൂലേ, തംബ്നെയിലിൽ ഒരു കാര്യമായിരിക്കും, പക്ഷെ നമ്മളുടെ വീഡിയോയിൽ വേറൊരു കാര്യമായിരിക്കും. നമുക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തംബ്നെയിലിൽ പലതും എഴുതി വെക്കും, പക്ഷെ നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിലൊന്നും ഒരു കാര്യം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല വീഡിയോ പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോയിനെ നമ്മൾ മോണിറ്റൈസേഷന് എടുക്കത്തില്ല. ഓക്കെ, അങ്ങനത്തെ ചാനൽസിനും അങ്ങനത്തെ ഉള്ള ചാനലും ഇത് അഫക്റ്റ് ആവും. ഓക്കെ, അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാച്ച് ടൈം ഉണ്ടല്ലോ, ചുമ്മാ വാച്ച് ടൈം ഒക്കെ നമ്മൾ എന്തെങ്കിലും ട്രിക്കൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പോൾ 4000 വാച്ച് അവർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നുവെങ്കിൽ ചിലപ്പോൾ സംടൈംസ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നമുക്ക് അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ഹ്യൂമൻ വാച്ച് ടൈം തന്നെ മാൻഡേറ്ററി ആണ്. അതായത് ഹ്യൂമൻസ് വാച്ച് ചെയ്തിട്ടുള്ള 4000 വാച്ച് അവർ നമുക്ക് കിട്ടണം. അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. സോ ഏതെങ്കിലും കുറുക്കു വഴിയിലൂടെ നമ്മൾ 4000 വാച്ച് അവർ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ 4000 വാച്ച് അവർ അച്ചീവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനല് ഇനി മുതൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഇനി അടുത്തത് റിയാക്ഷൻ വീഡിയോസ്. അപ്പോൾ ഇവിടെയാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് അടിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ്. അതായത് ഇപ്പോൾ ഒരുപാട് പേര് മൂവി റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ റിയാക്ഷൻസ്, അല്ലെങ്കിൽ ചില കണ്ടന്റുകളുടെ അല്ലെങ്കിൽ ചില വീഡിയോസിന്റെ റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് അടിക്കുന്ന കാര്യങ്ങൾ. അതെ, നമ്മൾ കുറെ പേര് ഇങ്ങനെ വീഡിയോസിൽ പറഞ്ഞു റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ അവർ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് വേണം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, സ്വന്തമായിട്ടുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മൂവി റിവ്യൂ ആണ്. അപ്പൊ അവിടെ ആ ഒരു റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മൂവി റിവ്യൂ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പോയി കണ്ടു, ഇത് ഓക്കെയാണ്. സോ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. സോ അതിലൊരു പ്രശ്നമില്ല. അങ്ങനത്തെ ചാനൽസ് എന്തായാലും മോണിറ്റൈസ് ആകും. പക്ഷെ ചില റിയാക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഷോർട്ടിലാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് അല്ലെ. ഷോർട്സ് ഇങ്ങനെ മുകളിൽ ഓടിക്കൊണ്ടിരിക്കും, ആളുടെ മുഖം ഇവിടെ സൈഡിൽ കൊടുക്കും, ആളിങ്ങനെ ഇത് കണ്ടിട്ട്
ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ തലച്ചൊറിയും, ചിലപ്പോൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. നേരത്തെ അതിനൊക്കെ എന്താണ് മോണിറ്റൈസേഷൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ മറ്റൊരു കണ്ടന്റ് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ചുമ്മാ അവിടെ പോയി കുത്തിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. പക്ഷെ മൂവി റിവ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ട്. നമ്മൾ ആ മൂവി കണ്ടു, എന്നിട്ട് നമ്മളുടെ അഭിപ്രായമാണ് നമ്മൾ അവിടെ പറയുന്നത്. സോ അവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓഡിയോ വോയിസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രസൻസ് ഉണ്ട്, നമ്മുടെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ എന്താ പറയുക, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ അവിടെ പറയുകയാണ്. ഓക്കെ, അങ്ങനെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നമില്ല, ചാനൽ മോണിറ്റൈസ് ആകും. പക്ഷെ നമ്മൾ വെറുതെ ഒരു ഷോർട്സ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആവത്തില്ല ഇനി മുതൽ. സോ അടുത്തത് AI ജനറേറ്റഡ് വീഡിയോസ്. ഓക്കെ, AI ജനറേറ്റഡ് വീഡിയോസ് ചിലപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ടോട്ടലി എന്താ പറയുക, ഇപ്പൊ നമ്മൾ കുറേ ചാനൽസ് അല്ലേ കണ്ടിട്ടുണ്ട് അല്ലെ, ഇപ്പൊ പുതിയതായിട്ട് കുറെ ചാനൽ ഉണ്ട്, ഫുള്ളി AI ജനറേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് ഉണ്ട്. അപ്പൊ അതിനൊന്നും നമുക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താണ് നമ്മുടെ വീഡിയോയിൽ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ത്രൂ ഔട്ട് അതാണ് അല്ലെങ്കിൽ ഫുൾ AI ജനറേറ്റഡ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. സോ ദിസ് ഇസ് ദ 6th പോയിന്റ്. അപ്പൊ ഞാൻ ഓരോ പോയിന്റ്സ് ഒന്നുകൂടി എടുത്തു പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ലോ ക്വാളിറ്റി കണ്ടന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ എന്തെങ്കിലും കാണുന്ന ഒരു വീഡിയോ ചുമ്മാ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ചാനൽസിന് മോണിറ്റൈസേഷൻ കട്ട് ചെയ്യും. സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, ഒന്ന് വൈറലായത് നമ്മൾ വീണ്ടും വീണ്ടും വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടന്റ് ഇട്ടാൽ നമ്മുടെ ചാനലിനെ അത് എഫക്ട് ചെയ്യും. സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ചാനൽസ്, അതായത് നമ്മുടെ തംബ്നെയിൽ ഒന്നായിരിക്കും പക്ഷെ ഇൻസൈഡ് ദി വീഡിയോ വേറൊരു കാര്യമായിരിക്കും. അങ്ങനെയുള്ളതും എന്താണ് മോണിറ്റൈസേഷൻ കിട്ടില്ല അങ്ങനത്തെ ചാനൽസിനും. പിന്നെ എന്താണ് ഹ്യൂമൻ വാച്ച് ടൈം മാൻഡേറ്ററി. നമ്മൾ ഏത് കുറുക്ക് വഴിയിൽ കൂടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഹ്യൂമൻ വാച്ച് ചെയ്ത് തന്നെ നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം. സോ ദ 5th വൺ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസിൽ നമുക്ക് മൂവി റിവ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോഷ്യൽ കണ്ടന്റിന്റെ റിയാക്ഷൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് നമ്മൾ എന്താണ് നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. മീൻസ് ചുമ്മാ അവിടെ വന്ന് വായി നോക്കി ഇരുന്നിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ട് എന്നിട്ട് വായി നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, തലച്ചൊറിയോ നോക്കുകയോ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളവിടെ സംസാരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ ഷെയർ ചെയ്യണം. സോ അവിടെ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. 6th വൺ എന്ന് പറഞ്ഞാൽ AI ജനറേറ്റഡ് കണ്ടന്റ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ടോട്ടലി വേണം. അല്ലാതെ ഫുള്ളി AI ജനറേറ്റഡ് കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകത്തില്ല. സോ ഞാൻ ഈ 6 പോയിന്റ്സ് പറഞ്ഞു അല്ലെ. 6 പോയിന്റ്സിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത്, അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് പേടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു AI വരുവാണ്. സോ അത് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ യൂട്യൂബേഴ്സിനെ അഫക്ട് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചു കാലം മുന്നേ നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിട്ടിരുന്നു. പക്ഷെ ഈ ഒരു പോളിസി അപ്ഡേറ്റ് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AI വന്നത് കൊണ്ട് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെയോ വ്ളോഗേഴ്സിന്റെയോ ഒന്നും അത് അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് AI ആയിട്ടുള്ള ചാനൽസ് വരുന്നുണ്ട് അല്ലെ, AI ജനറേറ്റഡ് ചാനൽസ്, അവരുടെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതിന് ഭയങ്കര വാച്ച് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉണ്ട് അങ്ങനത്തെ ചാനൽസിന്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയാണ്. പക്ഷേ യൂട്യൂബ് എന്താണ്, ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിന് മാത്രം AI അതായത് ഹ്യൂമൻ അവരൊരു കോൺട്രിബ്യൂഷൻ, നമ്മൾ യൂട്യൂബിനെ നമ്മുടെ ഒരു പ്രൊഫഷനായി കണ്ടിട്ട് നമ്മൾ ഡെയിലി നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു കാര്യമാണ് ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. സോ AI ജനറേറ്റഡ് ആയിട്ടുള്ള കുറേ ചാനൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് നല്ല ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുവാണ് ഈ ഒരു അപ്ഡേഷൻ കൊണ്ട്. സോ ഇങ്ങനെ
ഉള്ള ചാനൽസ് ആണ് നിങ്ങളെങ്കിൽ, സോ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇടാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യൂ. സോ നിങ്ങൾ ഇതിനെ ഒരു പ്രൊഫഷനാക്കി എടുത്ത്, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം പ്രൊഫഷനാക്കി എടുത്ത് നമ്മുടെ ഡെയിലി നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നാൽ നമുക്ക് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആകാൻ പറ്റും. സോ അത്രയും എനിക്ക് ഇത് പറയാനുള്ളൂ. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ നമ്മൾ ആ ഒരു ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ഇനി വേറെ അപ്ഡേഷൻസ് എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. ഇത്രയും അപ്ഡേഷൻസ് ഒക്കെയാണ് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. സോ വേറൊരു കാര്യം മറക്കരുത്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കമൻറ്റ് ഇടുന്ന ആളെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അവരുടെ ചാനലിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കുന്നതായിരിക്കും. അവരുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുമായിരിക്കും. സോ എല്ലാവരും കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്.